പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ബന്ധനങ്ങൾ വിട്ടുപോകുന്ന ഒരു ദിവസമാണെന്ന്, തടസ്സങ്ങൾ വിട്ടുമാറുന്ന ഒരു ദിവസമാണെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചോ, നെടുവീർപ്പോടുകൂടി പ്രാർത്ഥിച്ചോ, ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചോ. PR കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ ഞാനിപ്പോൾ സമർപ്പിക്കുക. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ മക്കളുടെ തടസ്സങ്ങൾ മാറാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക. അവരെ പാസ്പോർട്ടിനെ കുരിശ് വരച്ച് ആശീർവദിക്കുക. പ്രിയപ്പെട്ടവരെ, കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങളിൽ ഒരാൾ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. അനവധിയായ കടങ്ങളുടെ ഇടയിൽ കുരുങ്ങിക്കിടക്കുന്നവര്, ഇതുമൂലം ദാമ്പത്യം പോലും വെല്ലുവിളി നേരിടുന്ന മക്കളുണ്ട്. കർത്താവേ, അവരുടെ സാമ്പത്തിക മേഖലയിൽ കുരുക്കഴിക്കാൻ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ ബന്ധനങ്ങൾ, കെട്ടുകളും അഴിക്കണമേ. പ്രത്യേകിച്ച് സാമ്പത്തികമായ കുരുക്കുകളാണ് ഇന്ന് വല്ലാതെ പിടികൂടുകയാണ്. ഏറ്റവും നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കോൺട്രാക്ടർമാരൊക്കെ ഉണ്ട്, എന്നാൽ പെട്ടെന്നാണ് തകർച്ചകൾ വരുന്നത്. അവരുടെ സാമ്പത്തിക കുരുക്കിലേക്ക് വീണുപോയി അതിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ കുരുങ്ങിക്കിടക്കുക. പണ്ടത്തെ പോലെ വിചാരിക്കുന്ന പോലെ പണികൾ കിട്ടുന്നില്ല, പണി കിട്ടിയാൽ അതിനുള്ള പൈസ കിട്ടുന്നില്ല. അങ്ങനെ വളരെയധികം വേദനിക്കുന്ന അനവധിയായ കോൺട്രാക്ടർമാരുണ്ട്. കെട്ടിടം പണിയുടെ, റോഡ് പണിയുടെ, മറ്റു പല വിധത്തിൽ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന മക്കളുണ്ട്. അവരുടെ മേലുള്ള സാമ്പത്തിക കുരുക്കുകൾ വിട്ടുമാറി, കടബാധ്യതകൾ വിട്ടുമാറി ആത്മഹത്യകളിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയി ഇഞ്ചി കൃഷിയും വാഴക്കൃഷിയൊക്കെ ചെയ്യുന്ന അനേക മക്കളുണ്ട്. ഭാര്യയുടെ കെട്ടുതാല് വരെ പണയം വെച്ചാണ് അവർ ആ ഒരു റിസ്ക് എടുക്കാൻ പോയിരിക്കുന്നത്. അവരുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകാൻ, അവരുടെ മേലുള്ള എല്ലാ കെട്ടുകൾ അഴിഞ്ഞു പോകാൻ ദൈവമേ, അവരുടെ അധ്വാനത്തിന്റെ, നെറ്റിയിലെ വിയർപ്പിന്റെ അതിന്റെ ഫലം അനുഭവിക്കാനുള്ള വലിയൊരു കൃപ അവർക്ക് കിട്ടട്ടെ. അന്നു വേണ്ടുന്ന അപ്പത്തിന് വേണ്ടി നെറ്റിയിലെ വിയർപ്പൊഴുക്കണമെന്ന് കൽപ്പിച്ച ദൈവമേ, കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു മെച്ചമുണ്ടാകാതെ വിഷമിക്കുന്ന മക്കള്, സാത്താൻ അവരെ രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കാത്ത വിധത്തില് അവരെങ്ങനെ കുരുക്കിയിട്ടിരിക്കുന്നത്, ആ കുരുക്കും ആ ചങ്ങലകളും ഇന്ന് പൊട്ടി ചിതറപ്പെടണം. കർത്താവെ, നിനക്കതിന് സാധിക്കുമെന്ന് ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് വേണ്ടി വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, തെറ്റായ ബന്ധങ്ങളിൽ പെട്ടിരിക്കുന്ന മക്കളുണ്ട്. മുത്തച്ഛിമാര്, അമ്മമാര് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മകന്റെ തെറ്റായ ബന്ധം വിട്ടുമാറണം, തെറ്റായ കൂട്ടുകെട്ടുകൾ വിട്ടുമാറണം, എന്റെ മകളുടെ തെറ്റായ ബന്ധം വിട്ടുമാറണം, എന്റെ മകളുടെ തെറ്റായ കൂട്ടുകെട്ടുകൾ വിട്ടുമാറണം. അവളെ എളിമപ്പെടണം, അവളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം, അവനിലേക്ക് ദൈവാത്മാവ് ഇറങ്ങി വരണം. അവന് എളിമയും തുറവിയും ഉണ്ടാകണം. അങ്ങനെ എളിമയും തുറവിയും വിനയവും നിഷ്കളങ്കതയും ഒക്കെ നശിപ്പിച്ച സാത്താൻ അവരുടെ മേൽ ആവസിച്ചിരിക്കുക. അവർക്ക് പണിക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ മൊബൈൽ ഫോണിന് അടിമപ്പെടുത്തി, ലൈംഗിക അരാജകത്വത്തിന് അടിമപ്പെടുത്തി, ലഹരിക്ക് അടിമപ്പെടുത്തി, മദ്യത്തിന് അടിമപ്പെടുത്തി, ധാർഷ്ട്യത്തിന് അടിമപ്പെടുത്തി, അഹങ്കാരത്തിന് അടിമപ്പെടുത്തി, അനുസരണക്കേടിന് അടിമപ്പെടുത്തി അനവധി മക്കളെയാണ് സാത്താൻ ചങ്ങലൊക്കെ തളച്ചിരിക്കുന്നത്. പലർക്കും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ദേവാലയത്തിൽ പോകാനായിട്ട് സാധിക്കില്ല. അവരാഗ്രഹിച്ചാലും അവർക്ക് പറ്റില്ല. കാരണം അവരുടെ കാലുകളിൽ സാത്താൻ ചങ്ങലൊക്കെ ഇട്ടിരിക്കുക. ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് പോയാൽ അവർ രക്ഷപ്പെടുമെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് പല കുടുംബനാഥന്മാരെയും വളരെ ബുദ്ധി കൊണ്ട് അളക്കുന്നു എന്ന ധാരണയിൽ ജീവിക്കുന്ന പല മക്കളെയും പള്ളിയിൽ പോകാൻ പറ്റാത്ത വിധത്തില് അവരുടെ കഴുത്തിൽ ചങ്ങലകൾ കാണുക, അവരുടെ കാലുകളിൽ ചങ്ങലകൾ കാണുക. കർത്താവേ, ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ചിതറണം. വിശ്വാസം എന്ന പുണ്യം കൊടുത്ത് ആ മക്കളെ അനുഗ്രഹിക്കണം. വിശ്വാസം എന്ന പുണ്യത്തിലൂടെ അവർക്ക് വിമോചനം കിട്ടുമെന്നുള്ള ആ ഒരു കാര്യം അവർ തിരിച്ചറിയണം. അവരെളിമപ്പെടുമ്പോ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയും അവരുടെ ശരീരങ്ങളില്, അവരുടെ ആത്മാവില്, അവരുടെ മനസ്സില് ഇട്ടിരിക്കുന്ന സാത്താൻ ഇട്ടിരിക്കുന്ന ചങ്ങലകളെല്ലാം പൊട്ടിച്ചിതറക്കപ്പെടും. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ചങ്ങലകൾ ഇട്ടിട്ടുണ്ട്. ഇതുമൂലം നിരന്തരമായ നിരാശ, പൊട്ടക്കിണറ്റി കിടക്കുന്ന അവസ്ഥയാ, ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥ. സാമ്പത്തിക മേഖലയിൽ ഉയർച്ചയില്ല, ആരോഗ്യകാര്യത്തിൽ ഉയർച്ചയില്ല. ക്യാൻസർ, അർബുദം, ചെവിവേദന, പല്ലുവേദന, അടിവയറ്റിലെ വേദന, നട്ടെല്ലിന്റെ വേദന, മുട്ടുകാലിന്റെ വേദന, വാതരോഗങ്ങള്. ഒരു രോഗം മാറുമ്പോൾ വേറൊരു രോഗം വരുന്ന ആ പൈശാചികമായ പീഡ, കർത്താവേ, അതിന്ന് അവസാനിക്കട്ടെ. യേശു, അത് നിന്റെ നാമത്താൽ ഇന്ന് അവസാനിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ,
ഈ ഞായറാഴ്ച ദിവസം കർത്താവിന്റെ ശക്തി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വന്ന് എല്ലാ കുരുക്കുകളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദൈവവചനം നമുക്ക് കേൾക്കാനായിട്ട് പരിശ്രമിക്കാം. ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന വചനം പൗലോസിന്റെ വചനം തന്നെയാണ്. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനമാണ്. നാം സ്വീകരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല. ലോകത്തിന്റെ ആത്മാവിനെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല, അവന് കൂദാശകളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. സാത്താൻ അവനെ അനുവദിക്കില്ല. അവനെ കുറെ സാമർത്ഥ്യവും ബുദ്ധിയും ഉണ്ടെന്നൊക്കെ അവൻ മേനി നടിച്ചേക്കാം. അവൻ പള്ളി പോകാതിരിക്കാം. വൈദികരെയും ദേവാലയത്തെയും സഭയുമൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഇതവൻ ബോധപൂർവം ചെയ്യുന്നതല്ല. അവനെ പള്ളി കൊണ്ടുപോകാതിരിക്കാൻ, കുർബാനയ്ക്ക് കൊണ്ടുപോകാതിരിക്കാൻ സാത്താൻ ബോധപൂർവം അവന്റെ ബുദ്ധിയിൽ ഈ ദുഷ്ചിന്തകൾ വിതയ്ക്കുന്നതാ. കാരണം സാത്താന് അവന് രക്ഷപ്പെടാനായിട്ട് സാത്താൻ ആഗ്രഹിക്കുന്നില്ല. നോക്കിക്കേ മക്കളെ, വചനം പറയുന്നത് കേട്ടോ. 2:12 പറയാ, നാം സ്വീകരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല. പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ് മക്കളെ നാം സ്വീകരിക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവിനായി നാം ദാഹിക്കണം. എന്നാലേ ദൈവം നമ്മളിൽ വർഷിച്ചിരിക്കുന്ന അനുഗ്രഹ ദാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും, ഞാൻ എന്തിനീ ലോകത്ത് ജനിച്ചു, എന്റെ ഐഡന്റിറ്റി എന്ത്, എന്റെ മിഷൻ എന്ത്, എന്റെ ദൗത്യം എന്ത് എന്ന് തിരിച്ചറിയാനുള്ള ആ ഒരു കൃപ ലഭിക്കാനായി പ്രിയപ്പെട്ട മക്കളെ ദൈവത്തിന്റെ ആത്മാവിനായി ദാഹിക്കാൻ ഇതാ വിശുദ്ധ പൗലോസ് ആഹ്വാനം ചെയ്യാണ്. ആ ചിന്തകളോടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഡെലിവറൻസിന്റെ ഈ വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. മക്കളെ, നമ്മുടെ വീട്, പറമ്പ്, നമ്മുടെ നിയോഗങ്ങളെല്ലാം, വാഹനങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഏത് മേഖലകളിലാണ് വിമോചനം വേണ്ടത്? ശാരീരികമായ രോഗങ്ങളിൽ നിന്നുള്ള വിടുതലാണോ? സാമ്പത്തിക മേഖലയിലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറലാണോ? നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടിയുള്ള ആ ഒരു അഭിഷേകമാണോ? ഏത് മേഖലയിലാണ് വിമോചനം വേണ്ടത്? ആ മേഖലകൾ സമർപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തുതിക്കട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി, സാധിക്കുന്നവര് മനസ്സുയർത്തി, കണ്ണുകൾ ഉയർത്തി, ദൈവത്തെ കണ്ട്, പരിശുദ്ധാത്മാവിനെ കണ്ട് സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ല 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 ഹല്ല. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. അഭിഷേകത്തിന്റെ അഗ്നി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്ക്, എല്ലാ മക്കളുടെ കുടുംബങ്ങളിലേക്ക് തീ ഇറങ്ങട്ടെ. ഹോളി സ്പിരിറ്റിന്റെ തീ ഇറങ്ങട്ടെ. ഹല്ല 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 ഹല്ല. പുതിയൊരു അഭിഷേകം, പുതിയൊരു അനോയിന്റിംഗ്, പുതിയൊരു പവർ ഈ മക്കൾക്ക് ലഭിക്കട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ഞങ്ങളുടെ ഈ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സാത്താനെ, ശപിക്കപ്പെട്ട സർപ്പമേ, നിന്റെ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ, സത്യദൈവത്തിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം തന്റെ ഏകപുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ തക്കവിധം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചിരിക്കുക. യോഹന്നാൻ 3:16 അഭിഷേകത്തിൽ ദൈവത്തിന്റെ നാമത്തിൽ സാത്താനോടും അവരുടെ ദുഷ്ടാരൂപികളോടും നിങ്ങളോട് ഞാൻ ശപഥം ചെയ്ത് പറയുന്നതായത്, മനുഷ്യ മക്കളെ വഞ്ചിക്കാതെയും നിത്യനാശത്തിന്റെ വിഷം അവരുടെ മേൽ ചൊരിയാതെയും ഇരിക്കുക. സഭയെ നശിപ്പിക്കുക, അവളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രവൃത്തികൾ ഇന്ന് അവസാനിക്കട്ടെ. എല്ലാ വഞ്ചനകളുടെ ജനയിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുമായി സാത്താനെ, ഈ മക്കളിൽ നിന്ന് പുറത്തു പോ. മിശിഹായ്ക്ക് നീ സ്ഥലം കൊടുക്കും. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ നിന്റെ ചതിപ്രയോഗങ്ങളൊന്നും പ്രായോഗികമാകില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നേടിയെടുത്ത ഏകവും വിശുദ്ധവും ശ്ലാഘികവും അപ്പോസ്തലികമായ സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക. ദൈവത്തിന്റെ സർവ്വവല്ലഭമുള്ള കരങ്ങളുടെ കീഴിൽ സാത്താനെ നീ വഴങ്ങുക. നരകത്തെ പരിഭ്രമിപ്പിക്കുന്ന ഈശോ എന്ന പരിശുദ്ധവും ഭയാനകവുമായ നാമം വിളിച്ചപേക്ഷിക്കുന്നത് കേട്ട് സാത്താനെ നീ മക്കളുടെ ജീവിതത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പലായനം ചെയ്യുക. ഈശോ എന്ന പരിശുദ്ധ നാമത്തെ
സ്വർഗദൂതഗണങ്ങളായ തത്തകന്മാരും ബലവത്തുക്കളും നാദകൃത്യന്മാരും അനുസരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ഉരുവിട്ടുകൊണ്ട് ഭക്തിജോലകന്മാരും ജ്ഞാനാധിക്യന്മാരും ഈ നാമത്തെ പാടി സ്തുതിക്കുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. ദൈവമക്കള് പറഞ്ഞ്, എന്റെ പ്രാർത്ഥനയുടെ സ്വരം അങ്ങയുടെ പക്കലെത്തട്ടെ. ഒരിക്കൽ കൂടെ പറഞ്ഞ്, എന്റെ പ്രാർത്ഥനയുടെ സ്വരം അങ്ങയുടെ പക്കലെത്തട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ, ദൈവജനം അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശത്തിന്റെ ദൈവമേ, ഭൂമിയുടെ ദൈവമേ, മാലാഖമാരുടെ ദൈവമേ, മുഖ്യദൂതന്മാരുടെ ദൈവമേ, ഭാവമാരുടെ ദൈവമേ, ദീർഘദർശികളുടെ ദൈവമേ, സ്ത്രീകന്മാരുടെ ദൈവമേ, വേദസാക്ഷികളുടെ ദൈവമേ, വന്ദകന്മാരുടെ ദൈവമേ, കന്യകളുടെ ദൈവമേ, മരണത്തിന് ശേഷം ആയുസ് കൊടുപ്പാനും അധ്വാനത്തിന് ശേഷം ആശ്വാസം പ്രദാനം ചെയ്യാനും ശക്തിയുള്ളവനായ ദൈവമേ, നീയല്ലാതെ വേറൊരു ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിന്റെ സൃഷ്ടാവ് അങ്ങ് തന്നെ ആയതിനാലും അങ്ങേ രാജ്യത്തിന് യാതൊരു അറുതിയുമില്ലാത്തതിനാലും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമയോടുകൂടെ സാഷ്ടാംഗം വീണ് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സകല പിശാചുക്കളുടെ കരങ്ങളിൽ നിന്നും, കെണികളിൽ നിന്നും, ക്രൂരതയിൽ നിന്നും, അവരുടെ കഠിന ദുഷ്ടതകളിൽ നിന്നും ഈ ദൈവജനത്തെ രക്ഷിക്കണമെന്ന് ഉള്ളഴിഞ്ഞ് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ മഹത്വത്തിന്റെ ശക്തിയാൽ പിശാചിന്റെ കെണികളിൽ നിന്നും ഈ ദൈവമക്കളെ രക്ഷിക്കണമെന്നും ആരോഗ്യത്തിൽ സ്വസ്ഥതയിലും ഈ മക്കളെ കാത്തുകൊള്ളണമെന്നും അങ്ങേ തിരുസഭയ്ക്ക് സമാധാനവും സ്വാതന്ത്ര്യവും അങ്ങേക്ക് ശുശ്രൂഷിയാൻ ഇടയാക്കണമെന്നും കർത്താവായ മിശിഹായുടെ യോഗ്യതയാൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സാങ്ക്വേ ദാക്വേ സ്കത്തുറീഷദൽ കോർ de Gesù come sorgente della misericordia per noi confidiamo in te Gesù. സ്തുതിച്ചുകൊണ്ടിരുന്ന മക്കളെ, ഓ സാങ്ക്വേ ദാക്വേ സ്കത്തുറീഷദൽ കോർ de Gesù come sorgente della misericordia per noi confidiamo in te Gesù. O sangue d'acque scaturisce del cuore di Gesù come sorgente della misericordia per noi confidiamo in te Gesù. Dio vi benedica nel nome del Padre, del Figlio, dello Spirito Santo. Amen. പ്രിയപ്പെട്ട മക്കളെ, ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾ എല്ലാ ദിവസവും കേൾക്കണം. നിരന്തരമായിട്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ പീഡകൾ വിട്ടുമാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇത് നിങ്ങൾ നിയോഗം വെച്ച് ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കാൻ ഈ ഡെലിവറൻസ് പ്രാർത്ഥന സാധിക്കുന്ന എല്ലാ മക്കൾക്ക് അയച്ചു കൊടുക്കട്ടെ. പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ അത്ഭുത മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്ന്, എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.